ഫസ്റ്റത്തെ പോസ്റ്റർ കണ്ടില്ല നിങ്ങള്? നമ്മുടെ കരുവാരകുണ്ടില് ഇഞ്ച നാട്ടില് പുല്ലട്ടിയിൽ കട തുറക്കണില്ലായിരുന്നു. അപ്പൊ നോക്കുമ്പോഴാണ് വാട്സപ്പ് കൂടി ഒക്കെ ഇപ്പോ ചിക്കൻ വ്യാപാരികൾ കോഴി വിൽക്കുന്ന കടക്കാർ ഫുള്ള് അടവാണ് അറിയുന്നത്. അപ്പൊ ശരിക്കും ഇഞ്ച ഓർമ്മയിലൊക്കെ ഇത് ആദ്യമായിട്ടുള്ള സംഭവം തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവര് ഒരു ഒരുമയും കാര്യങ്ങളും എന്തിനാന്നുള്ളത് നമുക്ക് അറിയണം. കാരണം ആൾക്കാർ കോഴി ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഒരു ദിവസം മുടങ്ങാറുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ മാതിരി ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, ആകെ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും എന്തുകൊണ്ടാണ് ഈ ഒരു സമരത്തിന് ഇവര് മുതിർന്നിക്കണ് എന്നുള്ളത്, ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ചുങ്കത്ത് സുൽത്താൻ ചിക്കന്റെ മുന്നിലാണ്. അതായത് വണ്ടൂർ ഏരിയ സെക്രട്ടറി നമ്മുടെ ജലീല്, അതായത് മാണി എന്ന് വിളിക്കുന്ന ജലീല് നമ്മൾ ഇടുന്നതാണ്. ജലീൽ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തിന്റെ കാരണമാണ് ഈ കോഴി ഈ കടക്കാർ ഈ സമരം ചെയ്യണമെന്നുള്ളത് ഒന്ന് പറഞ്ഞാണ് എങ്ങനെയാന്നുള്ളത്. ഞാൻ എന്തായാലും ക്യാമറ ജലീലിലേക്ക്. ഇന്നത്തെ അടവിന്റെ കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ഈ കോഴിന്റെ വേസ്റ്റ് മാലിന്യം ഇത് ഇവിടുന്ന് കൊണ്ടുപോകല് റെന്റിങ് പ്ലാന്റുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓരോ കമ്പനികൾക്ക് മാത്രമേ നമ്മൾ ഈ വേസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ നമ്മൾ ഈ വേസ്റ്റ് കൊടുത്തിരുന്നത് പന്നി ഫാമുക്ക്, മീൻകുളത്തേക്ക്, ഇങ്ങനെയുള്ള പല ആളുകൾക്കും വേസ്റ്റ് കൊടുത്തിരുന്നു. അന്ന് യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ സർക്കാർ മാനദണ്ഡം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സർക്കാർ നിശ്ചയിച്ച പ്ലാന്റുകൾക്ക് മാത്രമേ നമുക്ക് വേസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം അവർ ഫ്രീ ആയിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. പിന്നെ അതിനുശേഷം അവർ 3 രൂപയാക്കി, 5 രൂപയാക്കി, 7 രൂപയാക്കി, 5 രൂപയിൽ നിന്ന് ഒറ്റയ്ക്ക് 10 രൂപയാക്കി. ഇനി ഈ 10 രൂപ ആക്കാന്ന് പറഞ്ഞ് അവരെന്നെ പറയുന്നുണ്ട് 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ 15 രൂപയാക്കുന്നുള്ളത്. അതായത് ഒരു കിലോ കോഴി വേസ്റ്റ് കൊണ്ടുപോകാൻ 15 രൂപ ഞങ്ങൾ കച്ചവടക്കാർ കൊടുക്കണം എന്നുള്ളതാണ്. അത് എന്തായാലും എത്തിച്ചാൽ എത്തുന്ന കാര്യമല്ല. കാരണം അങ്ങനെ ആകുമ്പോൾ കോഴിക്ക് വലിയ തോതിൽ മാർജിൻ ഞങ്ങൾ കൂട്ടി വെക്കേണ്ടി വരും. അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കൊള്ളലാഭം എടുത്തുകൊണ്ടുള്ളൊരു വിൽപ്പനയായി മാറും. അപ്പൊ അതുകൊണ്ട് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതിയും അതുപോലെ ചിക്കൻ മർച്ചന്റ് അസോസിയേഷനും അതുപോലെ വ്യാപാരി ഏകോപന സമിതിയുടെ സംഘടനയായ ചിക്കൻ സമിതിയും കൂടിയാണ് ഈ സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അനിശ്ചിതകാല സമരമാണ്. കാരണം ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങളെ കടകളെല്ലാം അടച്ചിടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ. ഇത് മലപ്പുറം ജില്ലയിൽ മൊത്തം എല്ലാ കച്ചവടക്കാരും ഇന്ന് ഈ ഒരു കടയടപ്പ് സമരമായിട്ട് 100% ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. വിവരം എന്താ എന്നുള്ളത് സുൽത്താൻ ജലീല്, മാണി എന്ന് വിളിക്കുന്ന ജലീല് വിവരം പറഞ്ഞു തന്നു. അപ്പോ അനിശ്ചിതകാല സമരത്തേക്കാണ് ഇപ്പൊ ഇവര് പോകുന്നത്. നമ്മുടെ ഞാനെന്താ വെച്ചാൽ രാവിലെ ഒരുപാട് ആൾക്കാർ കോഴിപ്പീടി ഉണ്ടോ ഇല്ല, ചില വാട്സപ്പിൽ പോസ്റ്റർ നടക്കേണ്ട കുഞ്ഞിട്ട് എന്താ സംഭവം, അതിന്റെ ഒരു വാർത്തയും കണ്ടില്ല, ഇത് വേറെ വലിയ റിപ്പോർട്ടും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ അതുമായിട്ടാണ് നിങ്ങളുടെ വിവരം നമ്മുടെ ഒരു വണ്ടൂർ മണ്ഡലത്തെ സെക്രട്ടറി കോഴി ഫാമിന്റെ കോഴി ചിക്കൻ വ്യാപാര സമിതിയുടെ വണ്ടൂർ ഏരിയ സെക്രട്ടറിയാണ് ജലീല്. അതാണ് അദ്ദേഹം ഇതിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് കരുവാരകുണ്ടിൽ നല്ല മലപ്പുറം ജില്ലയിൽ മൊത്തം കോഴി കിട്ടാത്തതിന്റെ കാരണം.